രാവിലെ തൊട്ട് ഫോർട്ട് കൊച്ചി ഓണാണ്. രാവിലെ തൊട്ടല്ല, നമ്മുടെ ഈ ക്രിസ്മസ് തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഫോർട്ട് കൊച്ചിയിൽ കൊച്ചിൻ കാർണിവൽ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ 2 പാപ്പാഞ്ഞി ഇത്തവണ കത്തിക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പം റഹീമേ, ഇപ്പം പരേഡ് ഗ്രൗണ്ടിൽ നിന്നാണ് റഹീമ ചേരുന്നതെന്ന് അറിയാം. പരേഡ് ഗ്രൗണ്ടിലും ഒരു പാപ്പാഞ്ഞി കത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പരേഡ് ഗ്രൗണ്ടിലും ഒരു പാപ്പാഞ്ഞി ഒരുങ്ങിയതാണ്. പക്ഷേ ആ സമയത്ത് ഈ മൻമോഹൻ സിംഗിന്റെ അനുസ്മരണവും മരണവും ഒക്കെ സംബന്ധിച്ച് അതിനെ മാറ്റിയിരുന്നു. പിന്നീട് വെള്ളി ഗ്രൗണ്ടിൽ മാത്രമാണ് കഴിഞ്ഞ വട്ടം പാപ്പാഞ്ഞി കത്തി അമർന്നത്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല, പരേഡ് ഗ്രൗണ്ടിലുമുണ്ട് ഒരു പാപ്പാഞ്ഞി. എങ്ങനെയാണ്, ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ് റഹീം? കൊച്ചിയിലെ ആഘോഷം എന്നും കളറല്ലേ, ആ കളർ ഇത്തവണയും മാറ്റമില്ല. ഏകദേശം 2 സ്ഥലത്താണ് ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. കൊച്ചി ഫുൾ ഓണാണ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയും. ആ രീതിയിൽ തന്നെ വലിയ ഓണാണ്. ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് പാപ്പാഞ്ഞി നമ്മോടൊപ്പം ഉണ്ട്. എപ്പോൾ എത്തിയത് പിള്ളേരെ കിട്ടി ഇങ്ങോട്ട്? ഞങ്ങളൊരു 6 മണിയായപ്പോൾ വന്നതാണ്. എവിടെ സ്ഥലം? ഇവിടെ തന്നെയാണ്, ഫോർട്ട് കൊച്ചിയാണ്. അതെ, പാപ്പാഞ്ഞി. അതെ. ഇവിടെ പാപ്പാഞ്ഞി മാത്രമല്ല, ഒരു കുഞ്ഞു ബാറ്റ്മാനും കൂടിയുണ്ട്. ഈ ബാറ്റ്മാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ നടക്കുന്നത്. ഫാമിലി ആയിട്ട് എത്തിയിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ഒരു ബാറ്റ്മാൻ ഉണ്ടെങ്കിൽ ഒരു പാപ്പാഞ്ഞി ഉണ്ട്. ഒപ്പം തന്നെ ഒരു സ്പൈഡർമാൻ ഈ കുട്ടികളുടെ പിതാവാണ്. ആ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷവും ഒക്കെ നടക്കുന്നുണ്ട് കൊച്ചിയിലെ ആഘോഷങ്ങൾ എന്നും കളറാണെന്നുള്ളത് തന്നെയാണ്. ഇത്തവണ 2 പാപ്പാഞ്ഞി കത്തിക്കുന്നുള്ളതാണ്. എപ്പോൾ എത്തിയതാ ഇങ്ങോട്ട്? എപ്പോൾ എത്തി? കൊച്ചിയിലെ ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെ പോകുന്നു ഇത്തവണ ആഘോഷം? ന്യൂ ഇയറിന്റെ എന്താ പരിപാടി? ഇതൊക്കെ തന്നെയാണ് പരിപാടി. എന്നും ആഘോഷമാണ്. എന്താ പറയും, ഇങ്ങനെയുണ്ട് ന്യൂ ഇയർ? എങ്ങനെയുണ്ട്? കൊള്ളാവോ ന്യൂ ഇയർ? കൊള്ളാവോ? അതെ, ആ രീതിയിൽ വലിയ ആഘോഷം തന്നെ കൊച്ചിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഫാമിലി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. കാരണം ആ രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ DJ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പരേഡ് ഗ്രൗണ്ടിൽ. ചേച്ചി എപ്പോൾ വന്നതാ? എവിടെ നിന്നാ വന്നേക്കുന്നേ? എപ്പോൾ എത്തിയതാ? എവിടെന്നാ? ഉച്ചക്ക് വൈപ്പിൽ നിന്ന് വന്നാണ്. എങ്ങനെ പോകുന്നു ആഘോഷമൊക്കെ? എങ്ങനെ പോകുന്നു? അടിപൊളിയല്ലേ, എല്ലാ കൊല്ലമുള്ളതല്ലേ. എന്താ ന്യൂ ഇയറിന്റെ ഒരു പ്രതീക്ഷ? എന്താ ന്യൂ ഇയറിന്റെ പ്രതീക്ഷ? നല്ല ഇതാണ്. ഇപ്പൊ ചെറുപ്പക്കാർ നല്ല എൻജോയ്മെന്റ് ആണ്. കംപ്ലീറ്റ് എൻജോയ്മെന്റ് ആണ് എല്ലാവരും, പിള്ളേരടക്കം എല്ലാവരും എൻജോയ്മെന്റ് ആണ്. ആ രീതിയിൽ ഇപ്പോൾ ജോയ് കൂടെ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ജോയ്, എങ്ങനെ പോകുന്നു കൊച്ചിയിലെ ആഘോഷമൊക്കെ? കൊച്ചിയിലെ ആഘോഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് പൊക്കോണ്ടിരിക്കണം. ഇപ്പൊ നമ്മളിപ്പോ പലരായിട്ട് ഇപ്പൊ ബാറ്റ്മാനെ നമ്മൾ കണ്ട്, സൂപ്പർമാനെ കണ്ട്, സ്പൈഡർമാനെ കണ്ട്. അപ്പോൾ പാപ്പാഞ്ഞിമാരെ കത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്, അവസാനപ്പെട്ട ഒരുക്കങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിൽ ഈ മൈതാനത്തേക്ക് എത്തുന്നുണ്ട്. അവർ പാട്ടിന് താളം വെക്കുന്നു, നൃത്തം വെക്കുന്നു. അപ്പോൾ വളരെ ആഘോഷപരമായി ന്യൂ ഇയർ ആഘോഷം ഒരുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കൊച്ചിയിൽ. കൊച്ചിക്കാരെ പറ്റി പറയണ്ട, എപ്പോഴും ആഘോഷങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെയാണ് കൊച്ചിക്കാർ. അതിനൊട്ടും ഒരു കുറവില്ല. തീർച്ചയായും DJ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഒരു സൗണ്ട് ചെക്കാണ്. കാരണം നമ്മൾ നേരത്തെ ഈ DJ ആരംഭിച്ചു എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മളവിടെ ചെന്ന് നോക്കിയപ്പോൾ സൗണ്ട് ചെക്ക് ഈ തരത്തിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ 10 മണിയോടുകൂടിയാണ് DJ കംപ്ലീറ്റ് ആയിട്ടുള്ള പരിപാടിയിലേക്ക് കടക്കുക. അപ്പോൾ ഈ ഏത് രീതിയിലായിരിക്കും ഇവിടുത്തെ ആവേശം എന്നുള്ളത് നമുക്ക് ഇനി കണ്ടു തന്നെ അറിയേണ്ടി വരും. അല്പസമയം മുമ്പ് ഈ ചെക്കിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ജോയ്മൻ അവിടെ പോയി കാര്യമായി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ജോയ് ഡാൻസ് ഒക്കെ ഞാൻ സ്റ്റെപ്പുകൾ ഒന്നും മിസ്സാവട്ടെ, പെട്ടെന്ന് കൊടുക്കണം കേട്ടോ. അത് ഗംഭീര ഡാൻസ് ആയിരുന്നു. ജോയ്മൻ 2 സ്റ്റെപ്പ് നമുക്ക് വേണ്ടി ഇടും. ജോയ് 2 സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുക. ജോയ് അകത്ത് പോയി. അതെ, ജോയുടെ സ്റ്റെപ്പ് ഉണ്ട്. ജോയുടെ സ്റ്റെപ്പ് കാണട്ടെ. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ആഘോഷം. റിപ്പോർട്ടർമാർക്കിടയിലും ആഘോഷത്തിന് കുറവില്ല. ഇനിയിപ്പോ നമ്മളായിട്ട് അതെ, ജോയ്മോൻ വേറെ ലെവലാണ്. നമ്മളായിട്ട് കൊച്ചി ആഘോഷങ്ങൾക്കൊന്നും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. വലിയ രീതിയിൽ തന്നെയുള്ള ആഘോഷം. നോക്കാൻ അവൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. കാരണം യുവാക്കളുടെ ഒരു വൻ കൂട്ടം തന്നെ ഈ പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷ പരിപാടികൾ കൈയടക്കിയെന്ന് വേണമെങ്കിൽ പറയാൻ. കാരണം ആ രീതിയിൽ വലിയ യുവാക്കളുടെ വലിയൊരു പ്രാതിനിധ്യം തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിന്റെ ആവേശം മാറും, മൂഡ് മാറും. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ രീതിയിൽ തന്നെ വലിയ രീതിയിലേക്കുള്ള ആവേശം ഒക്കെ പോകും എന്നുള്ളതാണ്. ചേട്ടാ, എവിടെന്നാ വരുന്നേ? എവിടെ നിന്ന് വരുന്നേ ചേട്ടാ? ഞങ്ങൾ ഇവിടെ ഉള്ള തന്നെ. എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? എങ്ങനെ പോകുന്നു? അടിപൊളിയല്ലേ? ഏതായാലും വലിയ രീതിയിലുള്ള ആഘോഷവും മറ്റുമൊക്കെ. മോനെ എവിടെന്നാ ചേട്ടാ? എങ്ങനെ വെളി ഗ്രൗണ്ടിൽ പോയിരുന്നു? എങ്ങനെയുണ്ട്? വെളിയാണോ ഇവിടെയാണോ നല്ലത്? വെളിയിൽ കുറച്ചും കൂടി വൈബുണ്ട്. വൈബിന് കുറവുണ്ടോ? അവിടെ ട്രീ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു വൈബ് ഉണ്ടാവും. അതാണ് ഈ വെളി ഗ്രൗണ്ടിലാണ് വലിയ ആഘോഷമൊക്കെ. എവിടെന്നാ വരുന്നത്? എനിക്ക് ഇന്ന് എന്റെ അച്ഛൻ്റെ അമ്മയുടെ
വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ എന്താണ് എല്ലാവരും വന്നിരിക്കുമ്പോ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ആഘോഷിക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ വന്നിട്ടുണ്ട്. ചേച്ചി എങ്ങനെ പോകണം? ആഘോഷമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് ഞങ്ങളുടെ വെഡിങ്ങിന് ആനിവേഴ്സറിയാ പക്ക ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത്. എപ്പോ എത്തിയത് ഇങ്ങോട്ട്? ഞങ്ങള് ഒരു 6:30 ഇവിടെ എത്തി. 6:30ക്ക് ഞങ്ങൾ ജങ്കാറിന് ഇവിടെ വന്ന് എങ്ങനെയുണ്ട് ചേട്ടാ? ഹാപ്പി. നമ്മളെ ആഘോഷമൊക്കെ എങ്ങനെ പോകും? നന്നായിട്ട് പോകുന്നു. അടിപൊളിയായിരുന്നു ആഘോഷം. എല്ലാ ഞാനിവിടെ തന്നെയാണ് ഞങ്ങൾ. 2 പാപ്പാഞ്ഞുണ്ട്, അപ്പൊ അതെങ്ങനെയുണ്ട്? രണ്ടും കൊള്ളാം. വെളിയിലെ കൊള്ളാം, ഇതും കൊള്ളാം. അവിടെ പോയി ഇന്നലെ പോയി, ഇന്നും പോയി. കൊള്ളാം, നല്ല അടിപൊളിയാണ്. അല്ല ആ വെളിയിലും അതെ, ഇവിടെ അതെ, നല്ല അടിപൊളി. അങ്ങനെ ഇതിൽ തന്നെ ആഘോഷങ്ങളും ആവേശമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് സേതു. ഓക്കെ റഹീമെ, ഞാൻ റഹീമിലേക്ക് മടങ്ങി വരാം.